ആമേൻ. സ്തോത്രം പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ പകലിൽ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. 41-ാം സങ്കീർത്തനം നമുക്ക് ആമേൻ സ്തോത്രം നൽകിയ നമ്മൾ നിരവധി തവണ ആമേൻ സ്തോത്രം നാം ഒരുമിച്ച് ധ്യാനിച്ചിട്ടുള്ളതും ഹല്ലേലൂയ സ്തോത്രം ആമേൻ അതിൽ നിന്ന് അനേക പ്രബോധനങ്ങൾ ലഭിച്ചിട്ടുള്ളതുമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്കറിയാം സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി 5 വോള്യൂംസ് ആയിട്ട് 5 സെറ്റായിട്ട് തിരിച്ച് ആമേൻ വേദ പഠിതാക്കളൊക്കെ ഇത് പഠിക്കുന്നു. ആമേൻ ഒന്നാമത്തെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ വാക്യമാണ് ഒടുവിലത്തെ അധ്യായമാണ് 41-ാം അധ്യായം നമുക്കറിയാം. സ്തോത്രം അതിന്റെ തലക്കെട്ടിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദ് രാജാവ് കിങ് ഡേവിഡ് സ്തോത്രം എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാം നമുക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അല്പസമയം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പശ്ചാത്തലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ആസ് എ ബിലീവർ നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരാണോ, ഈ സങ്കീർത്തനക്കാരൻ്റെ ആ മൈൻഡ് സ്റ്റേജ് നമുക്കുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. സ്തോത്രം. ഒന്ന് ഒരു ദൈവ പൈതലിന്റെ അടിസ്ഥാനപരമായി ഒരു ദൈവ പൈതല് ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ ചെയ്യേണ്ട നന്മകൾ എന്തൊക്കെയാണ്. എന്ന് പറയുമ്പോൾ അതിനകത്ത് സഹായിക്കുന്നത് വരും, ഒരാളെ കൈത്താങ്ങുന്നത് വരും, നമ്മളൊരാളെ ബിൽഡ് ചെയ്യുന്നത്, നമ്മളൊരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മളൊരാളെ ചേർത്ത് നിർത്തുന്നത്, നമ്മളൊരാൾക്ക് വേണ്ടി ആരും അറിയാതെ പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം ഇതിനകത്ത് വരും. സ്തോത്രം. ആമേൻ ആമേൻ സ്തോത്രം. മറ്റൊന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, സ്തോത്രം. ആമേൻ. ഇത് നാം ദൈവത്തിന് വിരോധമായി ചെയ്യുന്നവയാണ്. അങ്ങനെയല്ലേ നമ്മളവിടെ സങ്കീർത്തനക്കാരൻ അങ്ങനെയല്ലേ പറഞ്ഞത്, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമ്മൾ ഇന്ന് അല്പസമയം ട്രാവൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. സ്തോത്രം. രണ്ടാമത്തേത് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ. നമ്മൾ ഈ ലോകത്ത് നോക്കിയാൽ ഓരോ മേഖലയിൽ നിങ്ങൾ സ്കൂളുകളിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതേ ഡൂസ് ആൻഡ് ഡോൺസ് അല്ല ഒരു പബ്ലിക് പ്ലേസിലായിരിക്കുമ്പോൾ, അതേ ഡൂസ് ആൻഡ് ഡോൺസ് അല്ല നിങ്ങളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. സ്തോത്രം. എന്നാൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആമേൻ സ്തോത്രം ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ ഡൂസ് ആൻഡ് ഡോൺസ് എവിടെ പോയാലും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാവുന്നതും നമുക്ക് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ. ആമേൻ ആമേൻ സ്തോത്രം. അതിന് ഏത് സാഹചര്യത്തിലും മാറ്റമില്ല. അത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും സ്തോത്രം, അതെന്നെ ആരും കാണുന്നില്ലെങ്കിലും സ്തോത്രം, അതെന്നെ എൻ്റെ പേരൻസ് ലിസൺ കിഡ്സ് ആമേൻ സ്തോത്രം, അതെന്നെ എൻ്റെ പേരൻസ് വാച്ച് ചെയ്യുന്നില്ലെങ്കിലും സ്തോത്രം, my do's and don'ts as a child of God remains the same. Hallelujah. Wherever you are, your do's and don'ts remain the same. Stotram. When you are in school, your parents are not watching you. Amen. When you are at home, your teachers are not watching you. But there is an eye. Hallelujah. There is an eye. Amen. Stotram. Which is that eye? God's eyes is watching you. Hallelujah. Hallelujah. Amen. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ശരിയും ആമേൻ സ്തോത്രം തെറ്റും അവൻ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതും ആമേൻ സ്തോത്രം ഹല്ലേലൂയ സാഹചര്യങ്ങൾ കൊണ്ട് മാറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ മനോഭാവത്തിൽ നിന്നുകൊണ്ടാണ്, ഈ മൈൻഡ് സെറ്റിൽ നിന്നാണ് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ദാവീദ് രാജാവ്, താൻ രാജാവാണ്, സ്തോത്രം ഹല്ലേലൂയ, താൻ ഈ സങ്കീർത്തനം എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു,
എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു ചിന്ത കടമെടുക്കുകയാണ്. ഒരു ദേവദാസന്റെ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ എളിയവൻ എന്ന് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമ്മളെക്കാൾ സ്തോത്രം ഹല്ലേലൂയ താഴ്ന്ന നിലയിലുള്ളവൻ, സ്തോത്രം നമ്മുടെ അത്രയും കുലമഹിമയില്ലാത്തവൻ, അങ്ങനെയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ആഴത്തിൽ പഠിക്കുമ്പോൾ എളിയവനെ ആദരിക്കുക എന്ന് പറയുന്ന വിഷയത്തിന് സ്തോത്രം ഹല്ലേലൂയ ആ ദേവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാനത് സ്തോത്രം എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിപ്പുണ്ട്. ദ നീഡി, സ്തോത്രം, ഒരു ആവശ്യക്കാരൻ എന്നാണ് സ്തോത്രം വചനം ശരിക്കും പഠിച്ചാൽ മനസ്സിലാകുന്നതെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എളിയവനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. സ്തോത്രം, ആർക്കാണ് എന്നെ കൊണ്ട് ആവശ്യമുള്ളത്? സ്തോത്രം, ആർക്കാണ് എൻ്റെ വാക്കുകൊണ്ട് ഒരു ലിഫ്റ്റ് കിട്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആർക്കാണ് ഞാൻ ചേർത്ത് നിർത്തിയാൽ ഒരു ബലം കിട്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഹല്ലേലൂയ സ്തോത്രം ഈ വചനത്തോട് ചേർന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശനം തരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന കൊണ്ട് ചിലത് പണിയപ്പെടാനുണ്ട്. എൻ്റെ പ്രാർത്ഥന കൊണ്ട് ചിലതിന്റെ ഹൃദയം തുറക്കപ്പെടേണ്ടതുണ്ട്. സ്തോത്രം, എൻ്റെ ഒരു വാക്കുകൊണ്ട് ചിലതിനെ എനിക്ക് ചേർത്ത് നിർത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചിന്തിക്കും നമ്മളെ കൊണ്ട് പറ്റും. സ്തോത്രം, ഞാനൊക്കെ പറഞ്ഞ ഇവിടെ ആർക്ക് സ്തോത്രം ആശ്വാസം കിട്ടാനാണ്? ഞാൻ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഒരാളെ ചേർത്ത് നിർത്തുമ്പോൾ സ്തോത്രം അല്ലേ എന്നെ കൊണ്ട് തന്നെ എന്നെ കാണുന്നവർ തന്നെ ഹോപ്പ്ലെസ് ആണെന്നാ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ ആർക്ക് ബലം കിട്ടാനാണെന്ന് കരുതിക്കൊണ്ടിരുന്നാൽ ദൈവസന്നിധിക്ക് ഇത് വിലപ്പോവില്ല. ഹല്ലേലൂയ സ്തോത്രം. ഭക്തനെ സ്തോത്രം, ദൈവ പൈതലെ ദൈവത്തിന്റെ കുഞ്ഞെ, ദൈവാത്മാവ് നിന്നെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ചെയ്യാൻ കഴിയുന്ന ചിലരുണ്ട്. സ്തോത്രം, നിനക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ കഴിയുന്ന ചിലർ നിന്റെ ചുറ്റുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ബലപ്പെടുത്താൻ കഴിയുന്ന ചിലരുണ്ട്. ചിലതിന്റെ വിടുതല് നിന്റെ പ്രാർത്ഥന പായലായിരിക്കുമെന്ന് പറഞ്ഞ വിശ്വസിക്കുമോ? പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തിനകത്ത് ചിലതിന്റെ വിടുതല് ഇന്നും എന്റെ പ്രയർ റൂമിനകത്ത് ആ ഡിസിഷൻ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കുടുംബത്തിനകത്ത് ഇന്നും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ സ്തോത്രം ഈ ആത്മീക സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ശേഷിക്കുന്ന ചിലതിനെ ദൈവകൃപയിലേക്ക് നടത്താൻ ഹല്ലേലൂയ സ്തോത്രം സ്വർഗ്ഗത്തിലെ ദൈവം എന്റെ പ്രാർത്ഥന പായിൽ എന്റെ മേൽ അധികാരം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, എളിയവനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്തോത്രം ഹല്ലേലൂയ ചാരിറ്റി ഡൊണേഷൻസ് മാത്രമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ഒരു ഓൺലൈൻ പർച്ചേസ് നടത്തിയാൽ പോലും സ്തോത്രം ഹല്ലേലൂയ അതിന്റെ എൻഡ് ഓഫ് ദ പേയ്മെന്റ് പ്രൊസീജിയർ അവർ ചോദിക്കും, ഡു യു വിഷ് ടു പേ സംതിങ്, ഡു യു വിഷ് ടു ഡൊണേറ്റ് സംതിങ്. അത് 1p ആണ്, 2p ആണ്, സോറി സെൻസ് ആണ്. സ്തോത്രം, it can be 25 cents, 50 cents. അപ്പോൾ സ്തോത്രം ഹല്ലേലൂയ. അതിനപ്പുറത്ത് ചിലത് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടരെയാണ് ദൈവമക്കളെന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ചിലത് ചെയ്യാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ തലകൾ ഉണക്കിയ ദൈവമക്കൾ ഒന്ന് ഉറച്ചോണം. സ്തോത്രം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറഞ്ഞേക്കാം, ഞാൻ ബലഹീനനാണ് കർത്താവേ, എന്റെ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. സ്തോത്രം. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ആരോഗ്യം കുറവാണ്, എന്റെ വിദ്യാഭ്യാസം കുറവാണ്. സ്തോത്രം. എനിക്ക് വചനത്തിലുള്ള അറിവ് കുറവാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞോണം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കൈത്താങ്ങാൻ കഴിയുന്ന ചിലതിനെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് ചേർത്ത് വെക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കും ഈ ദിവസങ്ങളിൽ എന്റെ ഒരു ഫ്രണ്ടിനെ സ്തോത്രം അവന്റെ ഒരു ഇല്ലായ്മയിൽ എനിക്ക് ചേർത്ത് നിർത്താൻ കഴിയും? ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മുടെ പണം കൊണ്ടല്ല, ആമേൻ, നമ്മുടെ
ആമേൻ സ്തോത്രം. ആമേൻ ഈ ലോകത്തിലെ വെൽത്ത് കൊണ്ടല്ല, ആ ഷോൾഡറിലൊന്ന് പിടിച്ച് ചേർത്ത് ആമേൻ സ്തോത്രം ഞാൻ ഉണ്ടടാ എന്ന് പറയാൻ ദൈവ പൈതലിന് കഴിയണം. ആമേൻ ഞാൻ പ്രാർത്ഥിക്കാം സിസ്റ്ററെ എന്ന് പറയാൻ ഒരു ദൈവ പൈതലിന് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നിരാശപ്പെടരുത്. അവൻ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് ഒരുവനോട് പറയാൻ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് കഴിഞ്ഞേ പറ്റത്തുള്ളൂ. ആമേൻ, ആമേൻ, സ്തോത്രം. അത് പറ്റത്തില്ല, അതിന് ഞാൻ പോരാത്തവനാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരാളും ഇരിക്കരുത്. സ്തോത്രം. അതിന് ഞാൻ പോരാത്തവനാണ്, അങ്ങനെയൊന്നും പറയാനുള്ള പ്രാപ്തി എനിക്ക് ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ ആരും ഇരിക്കരുത്. സ്തോത്രം. ഇനി അങ്ങനെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം അവൻ ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ അവൻ സ്തോത്രം അവന്റെ മുഴങ്കാലിലിരുന്ന് ആ വ്യക്തിക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. സ്വർഗം ആമേൻ സ്തോത്രം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത് അവൻ കാണും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം ആമേൻ സ്തോത്രം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം രണ്ട് ഹല്ലേലൂയ മൈൻഡ് ആമേൻ സ്തോത്രം രണ്ട് കാര്യങ്ങളുടെ തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണ് ആമേൻ ഈ സങ്കീർത്തനക്കാരൻ. എന്നിട്ട് തുടർന്ന് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദാവീദ് അവൻ ശാരീരികമായ ക്ഷീണത്താൽ അല്ലെങ്കിൽ ഏതോ രോഗത്താൽ ഹല്ലേലൂയ സ്തോത്രം ഭാരപ്പെടുന്ന ഒരു 6 സ്റ്റേജിൽ എഴുതുന്ന അവൻ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആമേൻ സ്തോത്രം. അവിടെ ഹല്ലേലൂയ സ്തോത്രം ദാവീദ് ആമേൻ സ്തോത്രം അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ എളിയവനെ ആദരിക്കുന്നവന് ലഭിക്കുന്ന നന്മകളുണ്ട്. ആദ്യത്തെ 1-2 ആമേൻ സ്തോത്രം 3 വാക്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണാൻ ആമേൻ സ്തോത്രം അവിടെ താൻ വ്യക്തമായിട്ട് നറേറ്റ് ചെയ്യുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. വിടുവിക്കുന്ന ഒരു ദൈവത്തെ, എങ്ങനെയുള്ളവനെ വിടുവിക്കുന്ന ദൈവത്തെയാ? എളിയവനെ ആദരിക്കുന്നവനെ. ഒരു കാര്യം കൂടെ അതിനോട് ചേർന്ന് പറഞ്ഞോട്ടെ, ഹല്ലേലൂയ സ്തോത്രം, സഹായമല്ല ആദരവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അത് പറയാനാ ഞാൻ ആ ചാരിറ്റിയുടെ വിഷയം പറഞ്ഞു വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചെയ്യുന്ന ചാരിറ്റി അല്ല ആദരവ്. സ്തോത്രം, ആമേൻ. നടന്നു പോകുന്ന വഴിക്ക് ഒരു കോയിൻ എടുത്ത് ചുമ്മാ ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പേയ്മെന്റ് ചെയ്യുമ്പോൾ 25 PL പോട്ടെന്ന് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ആമേൻ സ്തോത്രം. അതല്ല ദൈവം നോക്കുന്ന നിന്റെ ഹൃദയത്തിലെ ആദരവ്. സ്തോത്രം, ഹല്ലേലൂയ. ആദരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വരണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആമേൻ. ആദരിക്കണമെങ്കിൽ ഇതിനകത്ത് ആ വ്യക്തിയെ വെക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ നഷ്ടപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ എനിക്കൊരു പെയിൻ ഉണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. ചിലതിനകത്ത് അവൻ ഈ ആലയത്തിനകത്ത് കിടന്നു വരേണ്ട വ്യക്തികൾ പുറത്തു നിൽക്കുന്നത് കണ്ടാൽ ഒരു പെയിൻ എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതാണ് ദൈവസന്നിധിയിൽ വലിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ആദരവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഗിവിംഗ് ഹാൻഡ് ചിലപ്പോൾ നമ്മളെക്കാൾ പുറത്തു നിൽക്കുന്നവർക്ക് പറ്റിയെന്നിരിക്കുമെന്നേ. സ്തോത്രം. നമ്മൾ അവൻ മറ്റനേകരെ സഹായിക്കുന്ന എത്രയോ പേര് ചർച്ചിന് പുറത്ത് നമ്മൾ കാണാറുണ്ട്. അവൻ ആലയത്തിന് പുറത്തു നിൽക്കുന്ന എത്രയോ പേരല്ലേ. പക്ഷേ സ്തോത്രം, അവൻ ജീവിതം തന്നെ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു മാറ്റിയ അനേകരെ നമ്മൾ കാണാറുണ്ട്. സ്തോത്രം. നമ്മൾ ചെയ്യുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. എന്നാൽ ഇവിടെ അവനൊരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് വേണ്ടത് അവൻ എളിയവനെ ആദരിക്കാനുള്ള കൃപയാണ്. ആമേൻ, ആമേൻ, സ്തോത്രം. അങ്ങനെ കൃപയുള്ളവനെ സ്വർഗം എന്തോ ചെയ്യുമെന്ന താഴെ വായിക്കുമെന്നറിയാമോ? വിടുവിക്കും. ആമേൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. അനർത്ഥ ദിവസങ്ങൾ ഉണ്ടാകും. ആമേൻ സ്തോത്രം. ബലഹീനമായി പോകുന്ന സമയങ്ങൾ ഉണ്ടാകും. സ്തോത്രം. കൈവിടപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാകും. സ്തോത്രം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവൻ അങ്ങനെ ഒരു റോങ് പെർസ്പെക്റ്റീവിൽ ആരും ഇവിടെ ഇരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്കൊരു രോഗം വരരുത്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് എന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകരുത്. അവൻ ഞാൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് തികഞ്ഞവനായിട്ട് ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാകൂ എന്ന ചിന്തയിൽ ഇരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിനപ്പുറത്ത് ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം വരേണ്ട ഒരു ഉറപ്പ് എന്താണെന്ന് അറിയാമോ? അനർത്ഥ ദിവസത്തിൽ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് എന്താ? യഹോവ അവനെ
ജീവനോടെ പാലിക്കും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പ്രതിസന്ധികൾ വന്നാലും രോഗങ്ങൾ വന്നാലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ജോലിയിൽ പ്രതികൂലങ്ങൾ വന്നാലും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ നോക്കി പറയും, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ജീവനോടെ പരിപാലിക്കും, ഞാൻ നിന്നെ കൈത്താങ്ങും. ആമേൻ സ്തോത്രം. അടുത്ത വാക്യം. ഏൽപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ സ്തോത്രം. ഒരു ദൈവപൈതലിനെ കുറിച്ച് ആമേൻ സ്തോത്രം ദൈവപൈതലിനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, നമുക്കൊരു ശത്രുത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ മനുഷ്യരല്ല, ആമേൻ ദുഷ്ടനായ പിശാചാണ്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പിശാച് പക്ഷെ ചില സമയത്ത് വ്യക്തികളെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ചില ഒറ്റപ്പെടുത്തലുകൾ തരാൻ, ആമേൻ ചില തള്ളൽ തരാനായിട്ട്, ചില വേദനകൾ നമുക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി ചിലരെ ഉപയോഗിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മുടെ വിഷയമല്ല. ആമേൻ നമുക്ക് ശത്രുവായത് പിശാച് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈവൻ ആമേൻ ചിലരെ കരങ്ങളിൽ എടുത്ത് സ്തോത്രം, നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. ആമേൻ ചില വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ ശ്രമിക്കും, ചില വേദനിപ്പിക്കുന്ന ആമേൻ ആലോചനകൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിൽ കൊണ്ടുവിടാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആമേൻ ആമേൻ പിശാച് ചിലപ്പോൾ ഹല്ലേലൂയ വ്യക്തികളെ ഉപയോഗിക്കാറുണ്ട്. ആമേൻ അവിടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗം വരത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ രോഗം വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു ബലഹീനത വന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു ദൈവവൈതലിന് ഒരു ഉറപ്പുണ്ടായിരിക്കണം, എന്റെ രോഗ കിടക്കയെ മാറ്റി വിരിക്കുന്നവൻ ആമേൻ സ്തോത്രം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഭക്തന് ഇത് പറയാനുള്ള ഉറപ്പ് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ ഡേവിഡ് ഇത് പറയുമ്പോൾ അവന്റെ ഉള്ളിലെ ഉറപ്പ്, ആമേൻ സ്തോത്രം, എളിയവനെ ആദരിക്കാനുള്ള ഒരു ഹൃദയം എനിക്കുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, എന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എന്നെ താങ്ങി നടത്തുന്ന, എന്നെ പാലിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ ഉറച്ചോണം. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളാരും കൈവിടപ്പെട്ടവരല്ല, നമ്മളാരും സ്തോത്രം രോഗം കൊണ്ട് അവസാനിക്കാൻ പോകുന്നവരല്ല. ആമേൻ നമ്മളാരും ഒരു ബലഹീനത കൊണ്ട് ആമേൻ ഇല്ലാതെയായി പോകാനുള്ളവരല്ല. ഹല്ലേലൂയ സ്തോത്രം. മറിച്ച് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരുവനെ ആദരിക്കാൻ ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, എന്നെ നടത്തും എന്റെ ദൈവം. ആമേൻ സ്തോത്രം, എന്നെ പരിപാലിക്കും, എന്നെ നടത്തും എന്റെ ദൈവം, എന്നെ കൈത്താങ്ങും, എന്നെ നടത്തും എന്റെ ദൈവം. എന്റെ രോഗശയ്യയിൽ എന്റെ കിടക്കയെ മാറ്റിയിരിക്കുന്നവനാണ്. അതിനത് ഉറപ്പോടെ പറയാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. തന്റെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ ഹല്ലേലൂയ സ്തോത്രം 2 ശമൂവേൽ 9:1 വായിച്ചു. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ 9 അധ്യായം, അതിന്റെ 2 Samuel chapter 9 verse 1. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഹൃദയം കണ്ടോ? ആമേൻ സ്തോത്രം. നമുക്ക് ദാവീദിനെ ശൗലിനെ കുറിച്ച് അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ശൗൽ ചെയ്തു വെച്ച് നോക്കുമ്പോ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, തീരെ കുറഞ്ഞത് കണ്ടില്ലെന്ന് വെച്ചെങ്കിലും പോകും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെന്തോ ചെയ്യുന്നത്? ഞാൻ അവരോട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകത്തില്ല, പക്ഷെ മിണ്ടാൻ എനിക്ക് പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. തീരെ കുറഞ്ഞത് ഇയാളിത് കണ്ടില്ലെന്ന് ഇഗ്നോർ ചെയ്യാനെങ്കിലും ആമേൻ സ്തോത്രം നമ്മുടെ സ്റ്റേജിൽ നിന്ന് ചിന്തിച്ചാൽ പറ്റണം. പക്ഷെ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായതുകൊണ്ട് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവനെ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടോ? ആമേൻ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് ദയ ആ വാക്യോടൊന്ന് വായിച്ചേ. യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെ അന്വേഷിക്കാൻ ആ ഹൃദയം കണ്ടോ? സ്തോത്രം. ഞാൻ പറയുന്നു, ആ ഹൃദയം ഉള്ളത് കൊണ്ടാണ് അവൻ ഉറപ്പോടെ പറയുന്നത്, സ്തോത്രം, അനർത്ഥ ദിവസത്തിൽ ഞാൻ വിടുവിക്കപ്പെടുന്നു. ആമേൻ. എന്റെ രോഗക്കിടക്കെ അവൻ മാറ്റിവിരിക്കുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ശത്രുവിന്റെ പദ്ധതികൾക്ക് എന്നെ അവൻ ഉപേക്ഷിച്ചു.
ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടാകണമെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഹൃദയം എളിയവനെ ആദരിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, അവൻ ഒറ്റപ്പെട്ടവനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു നിലയിലേക്ക്, അവൻ സ്തോത്രം ബലഹീനമായതിനെ അവൻ ഒന്ന് താങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കട്ടെ. Praise the Lord. Hallelujah. Hallelujah. Amen. സ്തോത്രം. എത്ര ഉറപ്പോടെയാണ് ഭക്തന് സങ്കീർത്തനം എഴുതുന്നത്. തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വേഗത്തിൽ പറഞ്ഞു പോവാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവൻ സ്തോത്രം, അല്ലെങ്കിൽ താൻ രോഗിയായി കിടക്കുന്നു. അവൻ തന്നെ കാണാൻ വരുന്ന സ്നേഹിതന്മാർ പോലും സ്തോത്രം വളരെ ഹോപ്പ്ലെസ് ആയിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ആമേൻ. ഒരു ദുർവ്യാധി ഇവന് പിടിച്ചിരിക്കുന്നു, മടങ്ങി വരത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും സ്തോത്രം, ഹല്ലേലൂയ, വലിയ ക്ഷീണാവസ്ഥയിലൊക്കെ കിടക്കുന്നവരെയൊക്കെ കാണാൻ പോയിട്ട് വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇനി പാടാം. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹോപ്പ്ലെസ്. സ്തോത്രം. ഈ ലോകത്തിലെ മുഴുവൻ പേരും നമ്മുടെ ചുറ്റിനും നിന്ന് നമ്മളെ ഹോപ്പ്ലെസ് ആയിട്ട് എങ്ങനെ സമയം ഉണ്ടാവും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഇല്ലേ ജീവിതത്തിൽ അങ്ങനെ ഒരു കൈവിടപ്പെട്ട സമയം. ആമേൻ. സ്തോത്രം. അതിനെയും ഉണ്ടാകത്തില്ലെന്നൊന്നുമല്ല പറയുന്നേ. ഹല്ലേലൂയ. സ്തോത്രം തന്നെ. എന്നാൽ അവൻ ഭക്തന്റെ ഉള്ളിൽ ഉറപ്പെന്നാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം, ഹല്ലേലൂയ, ശത്രുവിന്റെ പദ്ധതിക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തൊരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അപ്പം തിന്നവനും അവൻ ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ പ്രാണ സ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തുന്നു. അവൻ ആ വ്യക്തിയോടുള്ള വിദ്വേഷമൊന്നുമല്ല അവിടെ പറയുന്നത്. അവൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഭക്തന്റെ നിസ്സഹായമായ അവസ്ഥയാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ദാവീദിനൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എളിയവനെ ആദരിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ഒരു ശത്രുവിന്റെ പദ്ധതിയും എനിക്ക് നേരെ വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ത്തിന് വേണ്ടി സ്തോത്രം. അതിലെ അവൻ ഹല്ലേലൂയ, ശമൂവേൽ 2 ശമൂവേൽ 9 സ്തോത്രം, അതിലെ 7 എന്ന് വായിക്കാമോ? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരുന്നു. നീ നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അവൻ ദാവീദ് ആ വ്യക്തിയോട് കാണിച്ച ദയ എത്ര വലുതാണ്. ആമേൻ. ഞാൻ പറയുന്നു സ്തോത്രം, ഭക്തൻ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഏതെങ്കിലും നിലകളിൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരാളെ ചേർത്ത് നിർത്തിക്കണം, ഒരാളെ അവൻ സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് കൈത്താങ്ങിക്കണം. ആരെയും കൈവിട്ട് കളയരുത്, ആരെയും ഉപേക്ഷിച്ച് കളയരുത്, ആരെയും സ്തോത്രം ഇഗ്നോർ ചെയ്യരുത്. സ്വർഗം തരുന്ന ഓരോ അവസരങ്ങളിലും ഒരു പേര് നിന്നെ സ്വർഗം ഓർപ്പിച്ചാൽ അവൻ സ്തോത്രം, ഹല്ലേലൂയ, പേര് വെച്ച് പ്രാർത്ഥിച്ചു. അവൻ സ്തോത്രം ഇതിനകത്ത് ജനത്തെ കൊണ്ടുവരാൻ, ഇതിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, ചിലതിനെ കൊണ്ടുവരാൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. അവൻ സ്തോത്രം, നമ്മൾ അവൻ ഹല്ലേലൂയ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടമായേക്കാം. അവൻ സ്തോത്രം എന്ന ദൈവത്തിന്റെ ആലോചന. ഹല്ലേലൂയ, സ്തോത്രം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എണ്ണത്തിൽ എത്ര കുറഞ്ഞാലും ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കിക്കോ, ആമേൻ, സ്തോത്രം, നമ്മെ വിടുവിച്ച ദൈവം വലിയ ദൈവമാണ്. ആമേൻ, സ്തോത്രം, നമ്മെ കൈത്താങ്ങുന്ന ദൈവം ഹല്ലേലൂയ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഒരൊറ്റ കാര്യമേ ദൈവസന്നിധി ക്രമപ്പെടുത്തേണ്ടതുള്ളൂ. കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്തു. ആമേൻ.
ജീവിതത്തിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ഈ ഭൂമിയിലുള്ള മനുഷ്യരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കാനും അവൻ സ്തോത്രം ഹല്ലേലൂയ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുമുള്ള എക്സ്ക്യൂസ് അല്ല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ. അവൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ അവൻ തെറ്റുകൾ, കുറവുകൾ അവൻ സ്തോത്രം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ സ്തോത്രം കർത്താവിനോട് പറ. അവൻ സ്തോത്രം എളിയവനെ ആദരിക്കുന്ന ഒരു ഹൃദയം, എളിയവനെ ആദരിക്കുന്ന ഒരു ഹൃദയം, ബലഹീനമായതിനെ താങ്ങുന്ന ഒരു ഹൃദയം അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധം അവന്റെ ഉള്ളിൽ തരുമ്പോ അല്ലെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ വിടുവിക്കുന്ന ദൈവം, എന്നെ ശക്തനാക്കുന്നവൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആ ദൈവം ഒരു ശത്രുവിന്റെ പദ്ധതിക്കും എന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ആമേൻ. ഒരു ദുഷ്ടന്റെ പ്ലാനുകളും എന്റെ കുടുംബത്തിൽ നടക്കത്തില്ല. ഒരു ശത്രുവിന്റെ പ്ലാനും എന്റെ കൂട്ടായ്മയ്ക്കകത്ത് നടക്കത്തില്ലെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആമേൻ. ദൈവസഭയെ നോക്കി എത്ര പേര് പറയും, ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ സ്തോത്രം ഞാൻ മുഴങ്കാലിൽ ഇരിക്കുന്നിടത്തോളം കാലം ദുഷ്ടന്റെ ഒരു പദ്ധതിയും ദൈവസഭയ്ക്കെതിരായി വരത്തില്ല. ആമേൻ, ആമേൻ. എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അവൻ എന്റെ കൂടെ മുഴങ്ങാൻ നടക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയല്ലേ അവൻ സ്തോത്രം സങ്കീർത്തനക്കാരൻ തുടർന്ന് വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം 10-ാമത്തെ അവൻ സ്തോത്രം 11-ാമത്തെ വാക്യം നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആമേൻ. എത്ര പേർക്ക് സ്തോത്രം ഹല്ലേലൂയ. അവൻ ഈ കമന്റ് പറഞ്ഞവരൊക്കെ ഉണ്ട്. തൊട്ട് മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവൻ എന്നെ കാണുന്നവർ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു, അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. ആമേൻ. രോഗിയായി കിടക്കുന്ന എന്നെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ ഓർത്ത് നോക്കണം. രോഗിയായി കിടക്കുന്ന ശത്രുക്കളായിരുന്നെന്ന് കോണ്ടെക്സ്റ്റ് ഒന്നും പറയാനൊന്നും പോകുന്നില്ല. നമ്മളെ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലേ? അവൻ സ്തോത്രം ഇവര് പോലും വന്നിട്ട് എന്നെ നോക്കി സകല പ്രതീക്ഷയും അറ്റ വാക്കുകൾ അവർ പുറത്തിറങ്ങി പറയത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ ക്രൈസിസിന്റെ സ്റ്റേജുകളിൽ ഹല്ലേലൂയ സ്തോത്രം ഈ നീതി രക്ഷപ്പെടത്തില്ല. ഇതെത്ര കാലമായി അവൻ സ്തോത്രം അനുഭവത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അവൻ സ്തോത്രം ഹല്ലേലൂയ തലയിൽ ഹല്ലേലൂയ സ്തോത്രം ഇത് ഇങ്ങനെയൊക്കെ തന്നെ ബോധ്യമുള്ളൂ. വർഷങ്ങളായില്ലേ ഇങ്ങനെ നടക്കുന്നു. ഹോപ്പ്ലെസ് മാൻ. ആമേൻ. സ്തോത്രം ഒരു ഹോപ്പ്ലെസ് ചൈൽഡ് എന്ന് വിളിച്ച കാലങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം അവിടെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പുറകിൽ കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഹോൾ ചർച്ചിന്റെ മുമ്പിൽ വെച്ച് സ്തോത്രം the wrong example, ഒരു വ്യക്തി ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത് അവൻ സ്തോത്രം ഹല്ലേലൂയ എന്നുള്ളതിന് എക്സാമ്പിൾ ആയിട്ട് എന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പബ്ലിക്കായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്തോത്രം അടക്കത്തിൽ പറഞ്ഞതൊന്നുമല്ല, സ്നേഹം കൊണ്ട് തന്നെ ശകാരത്തിൽ അവൻ സ്തോത്രം സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തികളെ ഹല്ലേലൂയ സ്തോത്രം അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരുടെ സ്നേഹം കൊണ്ട് അവരുടെ പ്രതീക്ഷ പോയ സമയത്ത് അവർ പറഞ്ഞു പോയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവിടെയൊക്കെ മൗനമായി, അവിടെയൊക്കെ ഹൃദയം മുറുകി, അവിടെയൊക്കെ തകർന്ന്, അവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടിട്ട് എൻ്റെ അമ്മ സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് കർത്താവിനെ ഉയർത്തുമെന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ, ആമേൻ സ്തോത്രം. മാതാവിന്റെ കണ്ണെപ്പോഴും നിറയും. അവൻ എന്നെ ഓർത്ത് ഞാൻ എന്ത് വാങ്ങിയെന്ന് പറഞ്ഞാൽ, ഞാൻ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഓസ്ട്രേലിയക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ UK എത്തിയെന്ന് പറഞ്ഞപ്പോഴല്ല, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 10 മിനിറ്റ് ഞാൻ അപ്പനെ ഉയർത്തുമെന്ന് പറയുമ്പോൾ അവൻ സ്തോത്രം ഹല്ലേലൂയ അത് മതി, അത് മതി എന്ന് പറയുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു അനുഭവം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. എന്നെ നോക്കി ആരെല്ലാം അവൻ സ്തോത്രം നീ ബലഹീനെന്ന് പറയുമ്പോൾ, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ, നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, നിനക്ക് വേറൊരു പണിയില്ല എന്ന് പറയുമ്പോൾ അവൻ ദൈവ പൈതൽ പറഞ്ഞോണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എനിക്കൊരു ഹൃദയം എൻ്റെ അപ്പം തന്നിട്ടുണ്ട്. എനിക്ക് അവൻ ഒരുത്തന്റെ വേദനയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഹൃദയം എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറയ്ക്കുന്നു, ശത്രുവിന്റെ യാതൊരു പദ്ധതികളും നടക്കത്തില്ല, നടക്കത്തില്ലെന്നേ.
അധികാരത്തോടെ പറയണം. അധികാരത്തോടെ പറ, വിശ്വാസത്തോടെ പറ. Praise the Lord. Praise the Lord. Amen. Amen. സ്തോത്രം. എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആര് ക്ഷീണിച്ചു പോയാലും ഞാനുണ്ട്. എത്ര പേര് പറയും സ്തോത്രം? ആമേൻ. ആമേൻ. ഒരു സഭയെ നോക്കുമ്പോൾ എല്ലാവരും അങ്ങ് ആമേൻ സ്തോത്രം അതിനെ ശുശ്രൂഷിക്കാൻ കഴിവുള്ളവരും എല്ലാവരും പാട്ടുകാരുമായാൽ എങ്ങനെയാ? ആമേൻ സ്തോത്രം. ആമേൻ. ഈ പകൽ നാം മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. എനിക്കൊരു നല്ല ഹൃദയം തന്നത് എന്റെ ദൈവമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മാന്യമായിട്ടൊരു വാക്ക്. ഞങ്ങൾ ഈ സ്തോത്രം കോട്ടയംകാരുടെ ഒരു ടിപ്പിക്കൽ ആമേൻ സ്തോത്രം ഒരു ടോക്ക് സ്റ്റൈൽ തന്നെ വേറെയാണ്. ഞങ്ങള് സ്തോത്രം സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാല് ഞങ്ങളൊക്കെ നാച്ചുറലായിട്ട് സംസാരിക്കാൻ ചെയ്യരുത്. സ്തോത്രം. നാച്ചുറലായിട്ട് നിങ്ങൾ സംസാരിച്ച 10 മിനിറ്റ് അങ്ങോട്ട് സംസാരിക്കുന്നതിന് ഓർക്കും. ഇച്ചിരി പത്തനംതിട്ടക്കാരൊക്കെ ചില സമയത്ത് പറയും, നിങ്ങൾ അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് പറയൂ. സ്തോത്രം. നമ്മുടെ ചില വാക്കുകൾ നമ്മൾ വീട്ടിൽ പറയുന്ന വാക്കുകളാണ്, പക്ഷെ അവർക്ക് അവൻ സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഓർക്കും, മാന്യമായിട്ട് സംസാരിക്കാൻ പോലും ചിലപ്പോൾ അറിയത്തില്ല. അക്ഷരം നഗരിക്കുകയാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില സ്റ്റൈലുകളുണ്ട്, ഞങ്ങളുടെ കാഷ്വൽ ടോക്കുകൾ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. സ്തോത്രം. എന്നാൽ ഞാനതുകൊണ്ട് ദൈവസന്നിധി വന്നിട്ട് കർത്താവിനെ ഉയർത്തുമ്പോൾ ഞാൻ പറയും, മാന്യമായിട്ട് സംസാരിക്കാൻ പോലും പഠിച്ചത് പുസ്തകം ചേർത്ത് വെച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴും, ഈ പുസ്തകം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിച്ചത്, ഒരു കാര്യം അവതരിപ്പിക്കാൻ പഠിച്ചത്, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പഠിച്ചത്. അവൻ ഒരു ബലഹീനനെ കണ്ടാൽ ഹല്ലേലൂയ സ്തോത്രം കൈ കൊടുക്കാൻ പഠിച്ചത് ഈ വചനത്തിൽ നിന്നാണ്. എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല. അവൻ എത്ര പേരെന്ന് ദൈവത്തോട് പറയും. അങ്ങനെയുള്ളവരോട് ഹല്ലേലൂയ സ്തോത്രം. ഈ പുസ്തകത്തിനകത്ത് അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു മുഖമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനക്കാരൻ ഇതെല്ലാം പറയുമ്പോൾ ഇവരുടെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ ഇത്രയും ചിന്തിച്ചില്ലേ? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. രോഗം എനിക്ക് വന്നിട്ടുണ്ട്, അവൻ ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, എങ്കിലും ശത്രുവിന്റെ പദ്ധതികൾ പൂർത്തിയായി അവൻ ജയഘോഷം കൊള്ളുന്ന ഒരു അവൻ ദിവസം അവൻ സ്തോത്രബലി ഒരു സമയം ഉണ്ടാകാതിരുന്നത് കൊണ്ട് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, എന്റെ ദൈവം എന്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. ഒരു രോഗം വന്നാൽ സ്തോത്രം അതിന്റെ അർത്ഥം അവൻ ജയിച്ചതല്ല. ആമേൻ. അവനൊരു തകർച്ച വന്നാൽ, അവനൊരു ഒറ്റപ്പെടൽ ഉണ്ടായാൽ, ഒരു നിന്ദിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായാൽ അതിന്റെ അർത്ഥം സ്തോത്രം പിശാച് ജയഘോഷം കൊണ്ടെന്നല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രൂശ് അതിന്റെ തെളിവല്ലേ? കാൽവരി ക്രൂശ് അതിന്റെ തെളിവല്ലേ? സ്തോത്രം. അതിലെ പോയവരെല്ലാം സ്തോത്രം നിനക്ക് പറ്റുമെങ്കിൽ നീ ഇറങ്ങി വാ. സ്തോത്രം. നിങ്ങൾ എങ്ങനെ അതിനെ എടുക്കുന്ന എനിക്കറിയത്തില്ല. സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സർവശക്തൻ, അത്യുന്നതൻ, തേജോമയൻ, സമ്പന്നനായ നമ്മുടെ ദൈവം ഒന്നുമില്ലാത്തവനെ പോലെ തകർക്കപ്പെട്ട ഒരു മാംസപിണ്ഡം പോലെ അവൻ ആ ക്രൂശിൽ കിടക്കുമ്പോ അവനെ നോക്കി പറയാ, ഇഫ് യു ഡെയർ യു കം ഔട്ട്. ഹല്ലേലൂയ. ചെയ്തില്ല. ആമേൻ. ആ നോക്കി നിന്നവരെല്ലാം ഇതൊരു പരാജയമായി കണ്ടപ്പോ, അവൻ നോക്കി നിന്നവരെല്ലാം ഇവൻ ഇന്ന് വരെ പറഞ്ഞതെല്ലാം പൊള്ളത്തരങ്ങളല്ലേ, ഇവൻ ഇന്ന് വരെ പറഞ്ഞ ഇവൻ ദൈവമല്ല എന്ന് പറഞ്ഞപ്പോ സർവശക്തനായ അത്യുന്നതനായ തേജോമയനായ നമ്മുടെ ദൈവം മൗനമായി ക്രൂശിൽ കിടന്നു. എന്റെ പാപം ചുമക്കാൻ, എന്റെ നിന്ന മാറ്റാൻ, എന്റെ ഭാരം ചുമക്കാൻ, അവൻ സ്തോത്രം ഞാൻ അനുഭവിക്കുന്ന വേദന ചുമക്കാൻ എന്റെ ദൈവം ക്രൂശിൽ മൗനമായി കിടന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഒച്ച വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പാടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്, അതുകൊണ്ട് അവന്റെ ആത്മാവിന് വേണ്ടി ഞാൻ കേഴുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? ആമേൻ. തീ പോലെ ഇറങ്ങണേ എന്ന് ആവർത്തിച്ച് പാടിയില്ലേ? ഇറങ്ങിയില്ലേ? എനിക്ക് പറ്റത്തില്ല. ഇറങ്ങിയേ പറ്റത്തുള്ളൂ, ഇറങ്ങിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇങ്ങനെ എനിക്ക് വേണ്ടി മരിച്ചൊരു ദൈവം അവൻ ഉലകത്തിൽ വാഴുന്നു. പ്രൈസ് ഗോഡ്.
ഞാനെങ്ങനെ മൗനമായിരിക്കും, ഞാനെങ്ങനെ മൗനമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽ എത്ര പേര് ദൈവത്തോട് പറയും? ഈ സങ്കീർത്തനത്തിൽ എളിയവനെന്ന് വിളിക്കുന്ന ആമേൻ സ്തോത്രം ഒരു മുഖം നിങ്ങൾക്ക് കാണാമോ? ബലഹീനനെ പോലെ, ഒരു ദരിദ്രനെ പോലെ അവൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഒരു ബോഡി ഒന്ന് പൊക്കി നിർത്താൻ അവൻ ഒരുവനുമില്ലാത്തവനെ പോലെ, ഒരു അനാഥനെ പോലെ യേശു കർത്താവ് ക്രൂശിൽ കിടക്കുന്നത്.